ഞങ്ങളുടെ അടുത്ത് അത്യാധുനിക സോഫിസ്റ്റിക്കേറ്റഡ് മിസൈൽ സംവിധാനങ്ങളുണ്ട്. ഇപ്പം ശരിയാക്കി തരാം. ഞങ്ങളുടെ അടുത്ത് താടുണ്ട്, ഞങ്ങളുടെ അടുത്ത് പാട്രിയോട്ട് ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് അയൺ ഡോം ഉണ്ട്. ഞങ്ങളുടെ മറ്റേ കുഞ്ഞു 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 ഡ്രോണും പിന്നെ കുറച്ച് കുറച്ച് ബാലിസ്റ്റിക് മിസൈലും കൊണ്ടൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. വെറും 4 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച തകർത്ത് തരിപ്പണമാക്കിയിരിക്കും. ഈ ഡയലോഗും പറഞ്ഞിട്ടാണ് നമ്മുടെ ട്രംപ് അണ്ണനും ടീമും എവിടെ പോയേ? ഇറാനിലോട്ട് പോയേ. ഇപ്പം അവസാനം വെടിനിർത്തൽ ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം താടില്ല, ഇപ്പം പാട്രിയോട്ടില്ല, ഇപ്പം മിസൈലുകളില്ല, US ബേസുകളില്ല, ഒന്നുമില്ല. നമുക്ക് ചർച്ച മതി, നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാന്നേ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ചധികം ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കും. നിങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ വാ, അതിനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് കൂട്ടി തന്നിരിക്കുന്നു. ഇതാണിപ്പോൾ ട്രംപ് എണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 30-40% ഈ പറയുന്ന മിലിറ്ററി വെപ്പൺസ് ഉപയോഗിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് ഇറാന് നേരെ. എത്ര 1200 തവണയോ അങ്ങനെ എന്തോ ഒരു വലിയ എമൗണ്ട്, അല്ലെങ്കിൽ അത്ര എന്തോ വലിയ റൗണ്ട് ഓഫ് എന്താ പറയുക വെടിയുതിർക്കലുകൾ യഥാർത്ഥത്തിൽ ഇറാനെതിരെ അമേരിക്ക നടത്തി എന്നാണ് പറയുന്നത്. മാത്രമല്ല ബില്യൺ അല്ലെങ്കിൽ ട്രില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് അമേരിക്കക്ക് ഉണ്ടായേക്കുന്നത് എന്നുള്ളതാണ്.